ഹലോ, നമുക്കിന്നൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ? അതിനുവേണ്ടി 8 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും, ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടുന്ന അത്രയും വെള്ളവും ഒഴിച്ചിട്ട് ഒരു കുക്കറിനകത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം കടലയൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ കടലയിൽ നിന്ന് ചെറിയൊരു പോർഷൻ കടല നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി ഈ കടലക്കറിക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 5 വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 സവാളയും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്കൊരു 3 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി വേണ്ടുന്നത് ഒരു തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ടുന്ന മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ അടുത്തതായിട്ട് വേണ്ടുന്ന മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ, ആ കടലയും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരിക്കുന്ന കടലയുടെ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. ഇതിനൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ചാറൊക്കെ കുറുകി വരും. അപ്പം കടല ചാറൊക്കെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി കടുകൂടെ വറുത്തത് ഒഴിക്കണം ഇതിനകത്ത്. ഇത്രയേ ഉള്ളൂ. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.